UDF ഭരിക്കുന്ന മൂവാറ്റുപുഴ നഗരസഭയിൽ വികസന മുരടിപ്പെന്നാരോപിച്ച് LDF-ന്റെ സമരനിശ. നഗരസഭാ ഓഫീസിന് മുൻപിലാണ് 12 മണിക്കൂർ നീണ്ടുനിന്ന സമരം സംഘടിപ്പിച്ചത്. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികൾ നഗരസഭാ ഭരണസമിതി അട്ടിമറിച്ചു എന്ന് സമരക്കാർ ആരോപിക്കുന്നു. മൂവാറ്റുപുഴ നഗരസഭയിൽ UDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കൊടിയ അഴിമതി അരങ്ങേറുന്നതായി ആരോപിച്ചായിരുന്നു LDF-ന്റെ സമരനിശ. 4 വർഷമായിട്ടും വികസന മുരടിപ്പാണെന്നും ഇതിനുത്തരവാദികൾ UDF ഭരണസമിതിയാണെന്നും LDF ചൂണ്ടിക്കാട്ടി. നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന 12 മണിക്കൂർ സമരനിശ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയുടെ വികസന മുരടിപ്പിൽ MLA മാത്യു കുഴൽനാടനും പങ്കുണ്ടെന്നും ഒരു ഘട്ടം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം MLA-ക്കെതിരെ പ്രതിഷേധമുയരുമെന്നും ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു. ഒരു ഘട്ടം പിന്നിടുമ്പോൾ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൻ്റെ MLA-ക്ക് നമ്മളൊക്കെ ഇരിക്കുകയോ നടക്കുകയോ ചെയ്യുമ്പോൾ പകൽവട്ടത്ത് ഈ മൂവാറ്റുപുഴ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് വരാൻ ഒരു കാരണവശാലും കഴിയും. കയ്യേറ്റം ചെയ്യും, കയ്യോ കാലോ തല്ലി ഓടിക്കുന്നല്ല ഞാൻ പറഞ്ഞു. നിരുപദ്രവകരമായ പല പ്രതിഷേധമുണ്ട്, അതിലേക്ക് ജനങ്ങളെ തിരിയും. CPI നേതാവ് KP അലിക്കുഞ്ഞ് അധ്യക്ഷനായിരുന്ന പരിപാടിയിൽ മുൻ MLA-മാരായ ബാബു പോൾ, എൽദോ എബ്രഹാം, CPIM ജില്ലാ കമ്മിറ്റി അംഗം PM ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ പ്രദേശത്തെ റോഡ് വികസനം, മൂവാറ്റുപുഴ ബൈപ്പാസ്, സ്റ്റേഡിയം നവീകരണം, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി, ഷീ ലോഡ്ജ്, ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങിയ പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചിട്ടും UDF ഭരണസമിതി ഒന്നും ചെയ്തില്ലെന്ന് LDF ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, കൊച്ചി.